ഹലോ ഫ്രണ്ട്സ്, പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കാഞ്ചേരി ഹൈവേയിൽ നിന്നും 15 കിലോമീറ്റർ നീങ്ങി 50 ഏക്കർ സ്ഥലം, ഫുൾ ആധാരം, ഫുള്ള് പുരയിടം, ഏകദേശം 800ഓളം തെങ്ങ്, നല്ലോണം കായ്ക്കുന്ന 800ഓളം തെങ്ങ്, അതുപോലെ 200-ന് താഴെ ജാതി, 150-നും 200-നും ഇടയിൽ ജാതി മരം, നല്ലൊരു വീട്, അതുപോലെ തന്നെ 2500ഓളം റബ്ബർ, ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ, കൂടാതെ 3000ഓളം കൊക്കോ, നല്ല വരുമാനമുള്ള കൊക്കോ, അതുപോലെ തന്നെ ഏകദേശം 8 ടണ്ണോളം കുരുമുളകാണ് ഈ തവണ കിട്ടിയത്. അത്രയും കൊടി കുരുമുളകുണ്ട്. 15 ടണ്ണോളം കിട്ടാൻ സാധ്യതയുണ്ട് ചില വർഷങ്ങളിൽ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 8 ടണ്ണ് കുരുമുളകാണ് കിട്ടിയത്. വലിയ 2 കുളങ്ങൾ, ഫസ്റ്റ് കാണിച്ച കുളവും ഈ ഒരു കുളമുണ്ട്. ഇനി കൂടാതെ ഒരു ചെറിയ കുളം കൂടി ഉണ്ട്. നല്ലൊരു വാർക്ക വീടുണ്ട്. അതുപോലെ കവുങ്ങുണ്ട്, 10,000ഓളം കവുങ്ങുണ്ട്. കുരുമുളകാണ് ഏറ്റവും കൂടുതൽ. എല്ലാ വണ്ടിയും വീട് വരെ എത്തൂട്ടാ. പറമ്പിന് ഏറ്റവും ടോപ്പ് വരെ വണ്ടി ചെല്ലും, പറമ്പിൻ്റെ അറ്റം വരെ. നല്ല വീടാണ്, താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അതുപോലെ തന്നെ 1200ഓളം തേക്കുണ്ട്. 60 ഇഞ്ച് 70 ഇഞ്ച് വരുന്ന തേക്കുകൾ 1000 എണ്ണത്തിൻ്റെ മുകളിലേക്കുണ്ട്. 1200 എന്നാണ് പറഞ്ഞത്, എന്തായാലും 1000-ൻ്റെ മുകളിലേക്കുണ്ട്. മുറിക്കാനുള്ള പാസ്സൊക്കെ കിട്ടും, കാരണം ജന്മം തീറാണ്, ജന്മം ഭൂമി. കൊട്ടാരം പോലത്തെ വീടാണ്, ടർസ് വീട് കേട്ടോ, വാർക്ക വീടാണ്. അതുപോലെ തന്നെ കുരുമുളക് ഉണക്കാനുള്ള ഒരു ഷെഡൊക്കെ ഉണ്ട്, ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കോൺക്രീറ്റ് ഉണ്ട്. അത് ഒരു 10-20 സെൻറ്റ് സ്ഥലം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിരിക്കുക. 2500 റബ്ബർ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം 1.5 കോടി രൂപയോളം വാർഷിക വരുമാനമുണ്ട്. ഒരു വർഷം 1.5 കോടിയോളം വരുമാനമുണ്ട്. അത് കുരുമുളകിൽ നിന്ന് 56 ലക്ഷം രൂപയാണ് ഈ തവണ കിട്ടിയത്. റബ്ബറിൽ നിന്ന് ഒരു 20 ലക്ഷത്തിൻ്റെ താഴെ ഉണ്ടാവും. കൊക്കോ അതെ, തെങ്ങൊരു 10-15 ലക്ഷം രൂപ വരുമാനം ഉണ്ടാവും, 15 ലക്ഷത്തിൻ്റെ താഴെ. കുരുമുളകാണ് കൂടുതൽ. കൊക്കോ 3000 ഉണ്ട് കേട്ടോ, 3000 ടണ്ണോളം ഉണ്ട്. നല്ലോണം കാക്കുന്ന കൊക്കയാണ്. നല്ല മണ്ണാണ്, നല്ല കൂളിങ്ങുള്ള സ്ഥലവും, പശുപാമ്പ് നടത്താൻ പറ്റിയ സ്ഥലം. അത്ര കൂളിങ്ങും വെള്ളത്തിനുള്ള സൗകര്യം, ഒരുവിധം നിരപ്പ് സ്ഥലമാണ്. കൊക്കോ ഒക്കെ നിൽക്കണുണ്ടില്ലേ, വലിയ കൊക്കോ. റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. 1 സെൻറ്റിന് 30,000 രൂപ വെച്ചാണ് ചോദ്യം. ചെറിയ തോതിൽ കുറയും.
തേക്കൊക്കെ നല്ല സൈസ് തേക്കുകളാണ് ഇതിൽ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട്. നല്ല നോട്ടമുള്ള പറമ്പാണ് കേട്ടോ, നല്ല ഭംഗിയാ തുടങ്ങണ. ഒരു 25% ചെരിവ് ഭൂമിയാണ്, ബാക്കിയൊക്കെ ഒരുവിധം നിരപ്പ് സ്ഥലമായിട്ടാണ്. $30,000 അധികമല്ല, കാരണം തെങ്ങ് നല്ല വരുമാനമുള്ള പറമ്പല്ലേ. തെങ്ങ് തന്നെ 800 തെങ്ങുകളുണ്ട്. കുരുമുളക് നല്ല നോട്ടുണ്ടെങ്കിൽ 15 ടണ്ണ് വരെ ലഭിക്കുന്ന പറയണത്. ഒരു വർഷത്തിൽ 15 ടണ്ണ് കുരുമുളക് വയ്ക്കും. ഉണ്ടോ, എല്ലായിടത്തും കുരുമുളക് പിടിച്ച്. ഇനി വരുമാനം കൂടി കൂടി വരുള്ളൂ, കാരണം കുരുമുളക് കയറ്റി വയ്ക്കും തോറും നല്ലവണ്ണം കായ്ഫലം ഉണ്ടാവും. ഇതൊക്കെ നല്ല സൈസ് തേക്കുകളാണ്. ഇതൊക്കെ 50 ഇഞ്ച് വണ്ണത്തിന് മുകളിലേക്ക് ഉണ്ട് ഈ കാണുന്നതൊക്കെ. അതുപോലെ 60 ഇഞ്ച് 70 ഇഞ്ച് വണ്ണമുള്ള തേക്കുകൾ ഒരുപാടുണ്ട്, നല്ല ഉയരത്തിൽ. വലിയ തേക്കാ, നല്ല തെങ്ങിനേക്കാളും ഉയരത്തിൽ പോയിട്ടുണ്ട്, ഒരേ ലെവലിക്ക്. നാളികേരം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇഷ്ടം പോലെ നാളികേര. ജന്മം ഭൂമിയായ കാരണം തേക്കൊക്കെ ആവശ്യത്തിന് മുറിച്ചെടുക്കാം. പറമ്പിൻ്റെ അറ്റം വരെ വണ്ടി ചെല്ലും കേട്ടോ. ലോറി വേണമെങ്കിൽ ലോറി പോവും, പിക്കപ്പ് ഏത് വേണമെങ്കിൽ വണ്ടി ചെല്ലും. ഇതൊക്കെ തേക്കാ, കാണുന്നതൊക്കെ തേക്കാ സൈഡിൽ കാണും. എണ്ണൂറ് തെങ്ങുണ്ട് കേട്ടോ, ഈ ഭാഗത്താണ് തെങ്ങ് കൂടുതലുള്ളത്. നാളികേരമൊക്കെ ഒരെണ്ണം 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും, അത്ര വലിപ്പമുള്ള നാളികേര.
എല്ലാ തെങ്ങും നല്ല രീതിയിൽ കായ്ക്കണതാ. നാടൻ തെങ്ങാണ്, നല്ല ലൈഫുള്ള തെങ്ങാണ്. ഒരുപാട് നാളേരം കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. ഞങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെ ചോന്ന് ഇട്ടുകൊണ്ടിരിക്കുക. രണ്ട് വലിയ കുളങ്ങളുണ്ട് കേട്ടോ. അതുപോലെ മോട്ടർ 2-3 വെച്ചിട്ടുണ്ട്. നല്ല നനയുള്ള പറമ്പാണ്. ഒരു 10 സെൻറ്റിൽ കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ട് കുളം സെറ്റ് ചെയ്താണിത്. നല്ല കണ്ണീര് പോലത്തെ വെള്ളം, ക്രിസ്റ്റൽ പോലത്തെ വെള്ളം. ജാതിമന്ന് നല്ല വരുമാനമാണ് കേട്ടോ. 200 കട തികയില്ല, 150-200 ഇടയിലെന്ന് പറഞ്ഞ. വീട് നല്ല വീടാണ് കേട്ടോ.